ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഹാവ് എ വണ്ടർഫുൾ ഡേ. നാരായൺ പോറ്റി ഹിയർ. ഞാൻ കഴിഞ്ഞ ദിവസം യു ക്യാൻ വിൻ ബൈ ശിവകേരയുടെ ബുക്കിനെ ബേസ് ചെയ്താണ് സംസാരിച്ചത്. അതിൽ നമ്മൾ കുറേ ഒബ്സ്റ്റക്കിൾസ് ടു വിജയിക്കാനുള്ള ഒബ്സ്റ്റക്കിൾസിനെ കുറിച്ച് പറഞ്ഞു, കുറേ പോയിൻറ്റ്സ് പറഞ്ഞു. ഇനി എന്താണ് വിന്നിങ് എഡ്ജ്? ഒബ്സ്റ്റക്കിൾസിനെ കുറിച്ച് പറഞ്ഞു. വാട്ട് ഈസ് വിന്നിങ് എഡ്ജ്? അദ്ദേഹം പറയുന്നത് വിന്നിങ് എഡ്ജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് വിന്നിങ് എഡ്ജ്? നമ്മൾ വിന്നിങ് എഡ്ജ് എന്ന് പറഞ്ഞാൽ സ്ട്രൈവ് ഫോർ എക്സലൻസ്, നോട്ട് പെർഫെക്ഷൻ. ചിലർ പെർഫെക്ഷനിസ്റ്റുകളുണ്ട്. പെർഫെക്ഷൻ അല്ല, സ്ട്രൈവ് ഫോർ എക്സലൻസ്. സ്ട്രൈവിങ് ഫോർ പെർഫെക്ഷൻ ഇസ് ന്യൂറോട്ടിക്. എന്ന് വെച്ചാൽ പെർഫെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് ന്യൂറോട്ടിക്കാണ്. അത് അവർക്ക് ചിലർക്ക് കണ്ടിന്യൂസ് കൈ കഴുകണമാണ്. ചില കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ അവർക്ക് ടെൻഷൻ വരും. പക്ഷേ എക്സലൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രൈവ്, നമ്മൾ ഇതുവരെ ചെയ്തേക്കാളും ബെറ്ററായിട്ട് വാട്ട് ഇമ്പ്രൂവ്മെൻറ്റ് യു ആർ ഡൂയിങ്. അദ്ദേഹം പറയുന്ന ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വെള്ളം തിളപ്പിക്കുമ്പോൾ തിളപ്പിച്ചിട്ട് 99 ഡിഗ്രിയായി തിളക്കില്ല. 100 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ അത് തിളച്ചു ആവി വെച്ച് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സോ ദാറ്റ് 1% ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഓട്ട മത്സരത്തിന് ഫസ്റ്റ് കിട്ടുന്ന കുട്ടിയും സെക്കൻഡ് കിട്ടുന്ന കുട്ടിയും തമ്മിൽ ഡിഫറൻസ് നോക്കിയാൽ ഓൺലി ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്സ്. അപ്പോൾ ഇപ്പോൾ പി ടി ഉഷ ലോസ്റ്റ് എ ഗോൾഡ് മെഡൽ ബൈ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്സ്. സോ ദീസ് 1% ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ ബ്രിങ് ഇംപ്രൂവ്മെൻറ്റ് ബൈ 1% എവറി ഡേ. എല്ലാ ദിവസവും ഇന്നലെ ഞാൻ എന്തായിരുന്നു അതിൽ നിന്ന് മാറി ബിക്കം എ ബെറ്റർ പേഴ്സൺ, ഇംപ്രൂവ് ബൈ 1%. അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട്. ഒരു സ്കൂളിൽ ഒരു ബയോളജി ടീച്ചർ കുറേ ഈ കാറ്റർപില്ലർ എന്ന് പറഞ്ഞാൽ ഒരുതരം പുഴുക്കളാണ്. അത് കാറ്റർപില്ലറാണ് പിന്നെ നമ്മൾ ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നത്. അങ്ങനെ കുറേ കാറ്റർപില്ലറിനെ ആ ക്ലാസ്സിൽ കൊണ്ടുവന്നു. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ വെറുതെ ഒബ്സർവ് ചെയ്താൽ മാത്രം മതി ഇത് ബട്ടർഫ്ലൈ ആവണത്, നിങ്ങൾ ആരും അതിനെ സഹായിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കാറ്റർപില്ലർ ബട്ടർഫ്ലൈ ആകുമ്പോൾ ഭയങ്കര സ്ട്രഗിളായിട്ടാണ് ബട്ടർഫ്ലൈ ആവുന്നത്. പക്ഷെ ചില കുട്ടികൾക്ക് പാവം തോന്നിയിട്ട് അവർ ബട്ടർഫ്ലൈ ആവാൻ വേണ്ടി അതിനെ സഹായിച്ചപ്പോൾ അതുങ്ങൾ ചത്തുപോയി. അതേസമയം ആരാണ് വളരെ ടഫായിട്ട് വിഷമിച്ച് ആ കൊക്കൂണിൽ നിന്ന് പുറത്തേക്ക് ചാടി ബട്ടർഫ്ലൈ ആയത്, അവർ സർവൈവ് ചെയ്തു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സ്ട്രഗിൾസ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ സ്ട്രഗിൾ ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവണം. ആ സ്ട്രഗിൾ സമയത്ത് ആ സ്ട്രഗിൾ ഫേസ് ചെയ്ത ഒരാളായിരിക്കും കൂടുതലായിട്ട് സക്സസ്ഫുൾ ആവുന്നത്. ഇനി ഈ ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്ത് ചെറിയ പ്രായത്തിലെ വളരെ ബുദ്ധിമുട്ടി വളർന്ന് വലുതായി സക്സസ്ഫുൾ ആയ ആളുകൾ കുറേയും കൂടി മെൻ്റലി സ്ട്രോങ് ആയിരിക്കും. അതാണ് പറയുന്നത്, എ സ്മൂത്ത് സീ നെവർ മെയ്ഡ് എ സ്കിൽഫുൾ ട്രെയിനർ. ടഫായിട്ടുള്ള കടലിനകത്ത് എല്ലാ ദിവസവും പോയി കഴിയുമ്പോൾ അവൻ എത്ര വലിയ കടൽ പ്രക്ഷുബ്ധമായാലും അവൾക്ക് പോകാൻ മടിയുണ്ടാവില്ല. പിന്നെ അദ്ദേഹം പറയുന്നത്, ഹൗ ഡു വി മെഷർ സക്സസ്സിനെ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യണമെന്ന് ചോദിക്കുന്നത്. ഒരിക്കലും വേറെ ആളായിട്ട് കമ്പയർ ചെയ്യരുത്. നമ്മൾ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് എപ്പോഴും പരാജയങ്ങൾ ഉണ്ടാകുന്നത്. നമ്മളെ കമ്പയർ ചെയ്യുക. ഇന്നലെ ഞാൻ ആരായിരുന്നു, ഇന്ന് ഞാൻ എന്താണ് ബെറ്റർ. ആ ഒരു കാര്യമാണ് നമ്മൾ. സക്സസ് ഈസ് നോട്ട് ഡിറ്റർമൈൻഡ് ബൈ വാട്ട് യു ആർ കമ്പയർഡ് വിത്ത് അതേഴ്സ്, ബട്ട് ഹൗ വി ആർ ഡൂയിങ് കമ്പയർഡ് വിത്ത് വാട്ട് വി ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ്. നമ്മൾ ഇന്നലെ വരെ ചെയ്തേക്കാളും എത്ര ബെറ്ററായിട്ടൊന്ന് ചെയ്തു, അതിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ സക്സസ് ആണോ അല്ലെന്ന് അറിയണ്ടേ. ഇംപ്രൂവ് ബൈ യുവർ സെൽഫ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഒരാളുടെ കഥ പറഞ്ഞു. ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ 21 വയസ്സിൽ ബിസിനസ്സിൽ ഫെയിലായി. ആൻഡ് 22-ാം വയസ്സിൽ ഇലക്ഷനിൽ തോറ്റു. പിന്നെ 24-ാം വയസ്സിൽ ബിസിനസ്സിൽ തോറ്റു. 26-ാം വയസ്സിൽ അയാളുടെ സ്വീറ്റ് ഹാർട്ട് മരിച്ചുപോയി. 27-ാം വയസ്സിൽ അയാൾക്ക് മെൻ്റൽ ടെൻഷൻ വന്നു. 34-ാം വയസ്സിൽ പിന്നെ ഇലക്ഷനിൽ തോറ്റു. 45-ാം വയസ്സിൽ പിന്നെ ഇലക്ഷനിൽ തോറ്റു. അവസാനം വൈസ് പ്രസിഡന്റ് ഇലക്ഷനിൽ 47-ാം വയസ്സിൽ അപ്പോഴും തോറ്റു. പക്ഷെ 49-ാം വയസ്സിൽ പിന്നെയും ഒരു ഇലക്ഷനിൽ നിന്ന് അത് തോറ്റു.
പക്ഷേ 52-ാം വയസ്സിൽ ഹി ബിക്കെയിം ദ പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ലോകത്തെ ഏറ്റവും വലിയ കൺട്രിയുടെ പ്രസിഡൻ്റായി. അദ്ദേഹത്തിൻ്റെ പേരാണ് എബ്രഹാം ലിങ്കൺ. അതുമായി തന്നെ കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ്റെ ആളുടെ കഥ പറയുന്നുണ്ട്. ഈ കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ്റെ ആൾ സാൻഡേഴ്സ്, അദ്ദേഹം ആർമിയിൽ കേണലായിരുന്നു. റിട്ടയർ ചെയ്തിട്ട് ഹി വാസ് ഓൺലി ഹാവിങ് എ സ്മോൾ എമൗണ്ട് ഓഫ് പെൻഷൻ വിത്ത് ഹിം. പക്ഷേ അയാളുടെ അമ്മ ഉണ്ടാക്കിയ ഒരു ചിക്കൻ്റെ റെസിപ്പി പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നു. പുള്ളി ആ റെസിപ്പായിട്ട്, സാൻഡേഴ്സിന് റെസിപ്പായിട്ട് 65 വയസ്സുണ്ട്, റെസിപ്പായിട്ട് കുറേ കടകളിൽ ചെന്നു, 1000 കടകളിൽ ചെന്നു. ആരും അത് പരീക്ഷിക്കാൻ പോലും തയ്യാറായില്ല. അവസാനം ഒരു കടക്കാരന്, ഒരു ഹോട്ടൽ ഓണറിന് കഷ്ടം തോന്നി, കണ്ടിന്യൂസ് ആയിട്ട് വരികയല്ലേ, ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ഹീ സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ്. അവർ തമ്മിൽ കോൺട്രാക്ട് അഗ്രിമെൻറ്റ് വന്നു. അങ്ങനെയാണ് കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ്റെ തുടക്കം. ഹി ബിക്കേം എ മില്യനെയർ വിത്തിൻ 3 to 4 years. പിന്നെ ഹെൻറി ഫോർഡ് 40 വയസ്സിലൊരു ബ്ലോക്കായിരുന്നു. പിന്നെ അദ്ദേഹം വിജയിച്ചു. പിന്നെ തോമസ് ആൽവ എഡിസൺ, അദ്ദേഹമാണ് നമുക്ക് ലൈറ്റ് കണ്ടുപിടിച്ചത്, ഇലക്ട്രിക് ലാമ്പ്. അത് 10,000 തവണ അദ്ദേഹം എക്സ്പെരിമെൻ്റ് നടത്തി തോറ്റു, പരാജയപ്പെട്ടു. അടുത്ത തവണ വിജയിച്ചു. അപ്പോൾ ഈ 10,000 തവണ എപ്പോഴെങ്കിലും അങ്ങേർക്ക് നിർത്തിവെക്കാമായിരുന്നു. നോ. അപ്പോൾ ഇതിൻ്റെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, സെറ്റ് ബാക്സ് ആർ ഇന്നോവേറ്റബിൾ ഇൻ ലൈഫ്. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാകും. അത് അവനവൻ്റെ സമയം അനുസരിച്ച് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും, പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അതിൽ നിന്ന് ആരാണ് സ്വയം എഫർട്ട് എടുത്ത് അതിൽ നിന്ന് അവർ വിജയിക്കുന്നു. അപ്പോൾ സെറ്റ് ബാക്സ് ആർ ഇന്നോവേറ്റബിൾ ഇൻ ലൈഫ്. അപ്പോൾ സെറ്റ് ബാക്സ്, അതായത് സാധാരണ ഓടുമ്പോൾ, ചില ഓട്ടം ഓടുമ്പോൾ ചില കുട്ടികൾ വീഴും, അവർ എഴുന്നേറ്റ് ബൗൺസ് ബാക്ക് ചെയ്ത് രണ്ടാമത് ഓടുന്ന കാണാം, അല്ലേ? അതേമാതിരി നമ്മുടെ ലൈഫിൽ വി ഹാവ് ടു ബൗൺസ് ബാക്ക്. അപ്പോൾ ലെറ്റ് us all be winners. നമുക്ക് എന്ത് സെറ്റ് ബാക്ക് ഉണ്ടെങ്കിലും മുന്നോട്ട് നിൽക്കുക, മുന്നോട്ട് പോവുക, വിജയിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു.